നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അമ്മയാണ് ആദ്യ ഗുരു. നമ്മെ മിണ്ടുവാൻ, നടക്കുവാൻ എന്ന് വേണ്ട, ഈ ലോകത്ത് ജീവിക്കുവാൻ വേണ്ടതെല്ലാം നാം മാതാവിൽ നിന്ന് പഠിക്കുന്നു. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വർണ്ണഭംഗി പകർന്നു തന്നതും, തളർച്ചയിൽ താങ്ങായി നിന്നതും, കനലെരിയുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് ലക്ഷ്യങ്ങൾ ഓരോന്നായി നേടുവാൻ നമ്മെ പ്രാപ്തരാക്കിയതും അമ്മയുടെ സ്നേഹവും പ്രാർത്ഥനയും ഒന്നു മാത്രമാണ്. നടി ലൗലി ബാബുവും അവരുടെ മാതാവും ചലച്ചിത്ര താരം കൊല്ലം തുളസിയും ഗാന്ധി ഭവൻ അനാഥാലയത്തിൽ എത്തപ്പെട്ടതിന്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നമ്മളെയൊക്കെ നൊന്തു പ്രസവിക്കുവാൻ അമ്മ അനുഭവിച്ച എല്ലൊടിയുന്ന വേദനയ്ക്കും അച്ഛന്റെ നെഞ്ചിലെ ചൂടിനുമൊക്കെ തിരികെ കൊടുക്കുന്ന സമ്മാനമാണ് വൃദ്ധസദനങ്ങളിലെ ഏകാന്തത. നീണ്ട മുടിയിഴകൾ വെള്ളനൂലാകുമ്പോഴും നനുത്ത വിരലുകൾ വരണ്ട് ചുളിയുമ്പോഴും മിഴികളിൽ അന്ധത കൂടുമ്പോഴും ഓർക്കണം, അവർ കൊണ്ട വെയിലായിരുന്നു നമ്മുടെയൊക്കെ തണലെന്ന്. നാടക, സിനിമ, സീരിയൽ നടിയായ ലൗലി ബാബുവും അമ്മയും ഗാന്ധി ഭവൻ അനാഥാലയത്തിൽ അന്തേവാസികളായിരിക്കുകയാണ്. ലൗലി ബാബു തന്റെ സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് അമ്മയ്ക്ക് സ്നേഹവും സ്വാന്തനവും പരിചരണവും ഒക്കെ നൽകാൻ വേണ്ടിയാണ് അമ്മയോടൊപ്പം അനാഥാലയത്തിലെത്തിയത്. അവരവിടെ എത്തപ്പെടാനുള്ള കാരണത്തെക്കുറിച്ചും ജീവിത സാഹചര്യവും അവസ്ഥയും ഒക്കെ അവർ പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞിരുന്നുവല്ലോ. അതുപോലെ തന്നെയായിരുന്നു കൊല്ലം തുളസിയും. ജീവിതത്തിലുണ്ടായ ഒറ്റപ്പെടൽ മൂലം 6 മാസത്തോളം ഗാന്ധി ഭവനിൽ അഭയം പ്രാപിക്കുകയുണ്ടായി. ക്യാൻസർ ബാധിതനായപ്പോൾ തന്നെ ഉപേക്ഷിച്ചു പോയ ഭാര്യയെക്കുറിച്ചും, നെഞ്ചിൽ കിടത്തി ലാളി ചുറക്കി പൊന്നുപോലെ വളർത്തിയ തന്റെ മകൾ ഒന്ന് ഫോൺ വിളിച്ചാൽ പോലും എടുക്കാതെ തന്നെ പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്തപ്പോഴുണ്ടായ ഒറ്റപ്പെടലിനെയും വേദനയെയും കുറിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കൊല്ലം തുളസി പറയുകയുണ്ടായി. ഇവരുടെയൊക്കെ ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദനയും വിങ്ങലും അനുഭവപ്പെടുന്നു. 3000-ൽ പരം സ്റ്റേജുകളിൽ നാടകം കളിച്ച് ചരിത്രം സൃഷ്ടിച്ച ഒരു നാടകമാണ് കാട്ടുകുതിര. യശൽപുരം സദാനന്ദന്റെ രചനയും സംവിധാനവും മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം നാടക കമ്പനിയായ സൂര്യസോമയാണ് കാട്ടുകുതിരയെ അവതരിപ്പിച്ചത്. കാട്ടുകുതിര എന്ന നാടകത്തിൽ രാജൻ പി ദേവിന്റെ ഭാര്യയായി അഭിനയിച്ച് തകർത്താടിയത് ലൗലി ബാബുവായിരുന്നു. അവരതിൽ അവതരിപ്പിച്ച മങ്ക എന്ന കഥാപാത്രത്തെ, അവർ ജീവൻ നൽകിയ മങ്ക എന്ന കഥാപാത്രത്തെ ആ നാടകം കണ്ട ആരും തന്നെ മറക്കില്ല. കാട്ടുകുതിര എന്ന നാടകം പിന്നീട് സിനിമയായപ്പോൾ രാജൻ പി ദേവ് അഭിനയിച്ച ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മഹാനടൻ തിലകനായിരുന്നു. അത് രാജൻ പി ദേവിന് അല്പം വിഷമമുണ്ടാക്കിയിരുന്നു. എന്നാൽ രാജൻ പി ദേവ് പിന്നീട് അതേ സ്റ്റൈൽ കഥാപാത്രത്തെ കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ച് തന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു. യശൽപുരം സദാനന്ദന്റെ അനന്തിരവൻ ബാബുവാണ് ലൗലിയെ വിവാഹം ചെയ്തിരിക്കുന്നത്. ലൗലി പിന്നീട് സിനിമകളിലും സീരിയലുകളിലും സജീവമായി. കൊല്ലം തുളസി സിനിമയിലേക്ക് കടന്നു വന്നത് മുഖ്യമന്ത്രി എന്ന ചിത്രത്തിൽ ഒരു രാഷ്ട്രീയക്കാരനായി അഭിനയിച്ചുകൊണ്ടായിരുന്നു. ഇത് അദ്ദേഹം തന്നെ പല അഭിമുഖ ിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ന സിനിമയുടെ സംവിധായകൻ ഞാൻ തന്നെയാണ്. എന്റെ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിൽ ഒരു പാട്ടെഴുത്തുകാരനെയും കൂട്ടിക്കൊണ്ട് ശ്രീനിവാസന്റെ അടുക്കിലേക്ക് വരുന്ന കൊല്ലം തുളസിയുടെ കഥാപാത്രം ചിരി ഉണർത്തുന്നതായിരുന്നു. കാലക്രമേണ കൊല്ലം തുളസി സിനിമയിൽ വളരെ തിരക്കുള്ള നടനായി തീരുകയും തമിഴ് സിനിമകളിൽ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. എല്ലാവരോടും വളരെ സൗഹാർദ്ദപരമായി പെരുമാറുന്ന ഒരു നടനാണ് കൊല്ലം തുളസി. സിനിമയിൽ അദ്ദേഹം ആർക്കെങ്കിലും ഒരു ദ്രോഹമോ അല്ലെങ്കിൽ മറ്റു കുഴപ്പങ്ങളോ ഒന്നും ചെയ്തതായി എന്റെ അറിവിലില്ല. മാന്യമായി ജോലി നോക്കിയിരുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം നാഷണൽ ക്ലബിന്റെ ഭാരവാഹിയായും അദ്ദേഹം ചുമതല വഹിച്ചിട്ടുണ്ട്. കൊല്ലം തുളസിയുടെ കാര്യത്തിൽ പുറമേ നിന്ന് വിലയിരുത്താൻ എല്ലാവർക്കും എളുപ്പമാണ്. എന്നാൽ ചില വേദനകളുടെ ആഴം എത്രയാണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. 2 ആൺകുട്ടികൾ ഉണ്ടായിരുന്ന ഒരു വിധവയ്ക്ക് ജീവിതം കൊടുത്തയാളാണ് കൊല്ലം തുളസി. ആ ബന്ധത്തിൽ അദ്ദേഹത്തിന് പിന്നീട് ഒരു പെൺകുട്ടിയും ജനിച്ചു. ആ പെൺകുട്ടിയെയും തനിക്കെതിരാക്കി ശത്രുതയിലാക്കി മാറ്റി എന്ന് കൊല്ലം തുളസി നമ്മോട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലെ, മനസ്സിലെ മനുഷ്യ സഹജമായ വേദന, ആ കണ്ണുനീർ നാം കാണാതെ പോകരുത്. മനസ്സിൽ വിങ്ങിപ്പൊട്ടുന്ന ഒരു കടലുണ്ടെങ്കിലും ആണുങ്ങൾ പലപ്പോഴും കരയാറില്ല. എന്നാലും കൊല്ലം തുളസിയുടെ ആത്മാവിലെ കണ്ണീർ കണങ്ങൾ അദ്ദേഹത്തിന്റെ വേദന വിതുമ്പുന്ന സംസാരത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം. വിയർപ്പിന്റെ ഉപ്പുകൊണ്ട് മക്കളുടെ ജീവിതം മധുരമാക്കുന്ന മഹാകാവ്യ
കാവ്യമാണ് അച്ഛൻ. ജീവിതമാകുന്ന വണ്ടിയെ ഒരു തട്ടും മുട്ടും കൂടാതെ ഓടിച്ചിരുന്ന ഒരു ഡ്രൈവർ കൂടിയാണ് അച്ഛൻ. എന്നാൽ കൊല്ലം തുളസി എന്ന വണ്ടി ഇപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്. ക്യാൻസർ എന്ന രോഗം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വില്ലനായി വന്നപ്പോൾ ഭാര്യയും മകളുമെല്ലാം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. ആ സാഹചര്യങ്ങളിലെ ഒറ്റപ്പെടലിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയാണ് അദ്ദേഹം ഗാന്ധി ഭവനിൽ 6 മാസത്തോളം അഭയം പ്രാപിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മനോധൈര്യവും പൊതുപരീക്ഷണങ്ങളും അത് ജീവിതത്തിലായാലും ചികിത്സയിലായാലും അദ്ദേഹം തന്നെ സ്വയം വഴി കണ്ടെത്തി. ശിഷ്ട ജീവിതത്തിൽ ഒരു സ്ത്രീയെ മകളായി ദത്തെടുത്ത് അതിൽ സന്തോഷം കണ്ടെത്തി. ചികിത്സയിലാകട്ടെ മൂത്രം ഔഷധമാക്കി. അതിലും വിജയം കണ്ടെത്തിയെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. നമുക്കൊരു പക്ഷേ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും അവനവന്റെ മനസ്സിലെ സന്തോഷമല്ലേ വലുത്. മറ്റാർക്കും അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ലല്ലോ. നമുക്കിനി ലൗലിയിലേക്ക് തന്നെ തിരികെ വരാം. ലൗലി പറയുന്നത് തന്റെ അമ്മയുടെ പേരിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ വിറ്റിട്ടാണ് ആലപ്പുഴ SL പുരത്ത് വന്ന് സ്ഥലം വാങ്ങി വീട് വെച്ചതെന്ന്. ആലപ്പുഴയിൽ വസ്തു വാങ്ങിയത് അമ്മയെ ഒഴിവാക്കിക്കൊണ്ട് ലൗലിയുടെയും ഭർത്താവിന്റെയും പേരിലാണ്. ലൗലി അപ്പോൾ ചോദിച്ചിരുന്നു പോലും ഇത് അമ്മയുടെ പേരിലല്ലേ എഴുതേണ്ടതെന്ന്. അപ്പോൾ ഭർത്താവ് പറഞ്ഞിരുന്നത് വീടിന്റെ രേഖകളും മറ്റും ശരിയാക്കുന്നതിലേക്കായി പലയിടങ്ങളിലും കൂടെ കൂടെ കയറി ഇറങ്ങേണ്ടതായി വരും. അതിനൊക്കെ അമ്മയും കൂട്ടിക്കൊണ്ടു പോകുന്നത് ബുദ്ധിമുട്ടാകില്ലേ? അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ എഴുതിയതെന്ന്. പത്തനാപുരം ഗാന്ധി ഭവനിൽ ഏതാണ്ട് 1500-ൽ പരം അന്തേവാസികളുണ്ട്. അവരാരും അനാഥരൊന്നുമല്ല, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ്, നടതള്ളിയവരാണ് അധികവും. അതിൽ ഭൂരിഭാഗം പേരും അവരുടെ വീടുകളും സ്വത്തുക്കളുമെല്ലാം നേരത്തെ തന്നെ മക്കൾക്കും മറ്റും കൈമാറ്റം ചെയ്തതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നവരാണ്. ലൗലിയുടെ അമ്മയ്ക്ക് 92 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ ദുർഗതി ഉണ്ടായത്. ലൗലി പറഞ്ഞതുപോലെ വാർദ്ധക്യം ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ അവരാഗ്രഹിക്കുന്നത് അവരെ കേൾക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകണമെന്നും അവർ പറയുന്നത് അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളായിരിക്കണമെന്നതാണ്. ഒന്നും തിരിച്ചു നൽകാൻ കഴിയില്ലെങ്കിലും കുറച്ചു നേരം അവർക്കായി ചെവിയെങ്കിലും കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ ലൗലി ജോലിക്ക് പോകുന്നത് കാരണം ഈ അമ്മയെ നോക്കാനോ സംരക്ഷിക്കാനോ അവരുടെ ഭാഗം കേൾക്കാനോ ആരുമില്ലായിരുന്നത് കൊണ്ടാകാം പ്രശ്നം ഇത്ര സങ്കീർണമായത്. ലൗലിയെ സംബന്ധിച്ച് ഭർത്താവുമായിട്ടോ മക്കളുമായിട്ടോ ചെറുമക്കളുമായിട്ടോ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇവിടെ വൃദ്ധമാതാവിന്റെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലമുണ്ടാകുന്ന അസ്വാരസ്യങ്ങളാണ് വില്ലൻ. അത് അദ്ദേഹത്തിനും മക്കൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ചില സന്ദർഭങ്ങളിൽ സ്വന്തം മകളായ ലൗലിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചില വീഡിയോകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. അമ്മയുടെ ചില ചെയ്തികൾ മൂലം അമ്മയുമായി പലപ്പോഴും വഴക്കിടേണ്ടി വന്നതായി ലൗലി തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ലൗലി പറഞ്ഞ മറ്റൊരു കാര്യം തന്റെ അമ്മ അനുഭവിച്ചിട്ടുള്ള അത്രയും കഷ്ടപ്പാടും ദുരിതവും ലോകത്ത് മറ്റൊരു സ്ത്രീയും അനുഭവിച്ചിട്ടില്ല എന്നതാണ്. അവരെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നും ഈ ലോകത്ത് അവർക്കാകെ ഉള്ളത് താനാണെന്നും അവർ പറയുന്നുണ്ട്. അമ്മയുടെ വാർദ്ധക്യ സഹജമായ ഈ മൂശാട്ട കാരണം തന്റെ ഭർത്താവും മക്കളും ചേർന്ന് അമ്മയ്ക്ക് മറ്റൊരു താമസ സ്ഥലം കണ്ടുപിടിച്ചു. അതാണ് ഗുരുവായൂർ അമ്പലനടയും അനാഥാലയവും. എന്നാൽ അമ്മയെ അവിടെയെങ്ങും ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ലൗലിയെ ഭർത്താവും മക്കളും അവഗണിക്കുകയും അവരെ പല വിധത്തിലും മാനസികമായി ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു എന്നാണ് ലൗലി പറയുന്നത്. ജോലിക്കൊന്നും പോകാതെ ലൗലി വീട്ടിൽ തന്നെ ഇരുന്ന് അമ്മയെ പരിചരിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. അമ്മയ്ക്ക് ഡയഫ്രം വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലെത്തി. അതിനൊന്നും ഒരു ചില്ലി പൈസ പോലും ഭർത്താവോ മക്കളോ കൊടുത്തില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് അമ്മയെ ഏതെങ്കിലും അടുത്തുള്ള ഒരു അനാഥാലയത്തിലാക്കാം എന്ന് ലൗലി തീരുമാനിച്ചത്. അടുത്തുള്ള അനാഥാലയമാകുമ്പോൾ പകലൊക്കെ അമ്മയുടെ അടുത്ത് പോയി നിൽക്കാമല്ലോ എന്നവർ കരുതി. അമ്മയെ അവർ ഏറ്റെടുക്കാം. പക്ഷേ ലൗലി കൂടെ നിൽക്കുന്നതിനോട് അവർ എതിർപ്പ് പ്രകടിപ്പിച്ചു. അതോടെ ആ ശ്രമം വിഫലമായി. ആ നിസ്സഹായ അവസ്ഥയിൽ അവർക്ക് താങ്ങും തണലും ഒരുക്കി അവരെ രണ്ടുപേരെയും സ്നേഹപൂർവ്വം ഏറ്റെടുത്തത് ഗാന്ധി ഭവൻ ചെയർമാനായ സോമരാജൻ എന്ന മഹത് വ്യക്തിയാണ്. തനിക്ക് ജന്മം നൽകി പോറ്റി വളർത്തി തന്നെ താനാക്കി മാറ്റിയ അമ്മയെ 92-ാം വയസ്സിൽ അനാഥത്വത്തിലേക്ക് തള്ളിവിടാതെ ഉറ്റവരെയും ഉടയവരെയും സർവ്വ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ലൗലി അമ്മയോടൊപ്പം ഗാന്ധി ഭവനിൽ സന്തോഷപൂർവ്വം ഇന്ന് കഴിയുകയാണ്. അമ്മമാരെ നടതള്ളുന്ന എല്ലാ മക്കൾക്കും ലൗലി ഒരു മാതൃകയാണ്. വെയിൽ കൊള്ളല്ലേ, മഴ നനയല്ലേ, ഉറക്കമൊഴിക്കല്ലേ, വിശന്നിരിക്കല്ലേ
എന്നൊക്കെ പിന്നാലെ നടന്ന് പറയാൻ അമ്മയല്ലാതെ ഈ ഭൂമിയിൽ വേറെ ആരാണുള്ളത്? അമ്മ കൂടെയുള്ളപ്പോൾ തന്നെ സ്നേഹവും പരിഗണനയും കൊടുത്തു നിർത്തുക. നഷ്ടപ്പെട്ടാൽ എത്ര വില കൊടുത്താലും കിട്ടാത്ത നിധിയാണ് പെറ്റമ്മ. ഒരു വീടിന്റെ കാവൽ വിളക്കാണ് അമ്മ. വീടിന്റെ ഉമ്മറപ്പടിയിലിരുന്ന് സ്നേഹദീപമായി കത്തിജ്വലിക്കുവാൻ അമ്മയ്ക്കല്ലാതെ ആർക്കാണ് കഴിയുക? ശുദ്ധ സ്നേഹമായി, കനിവായി, ആർദ്രതയായി, വീടിന് വിളക്കായി, എന്നും ശോഭിക്കുവാനായി അമ്മയെന്ന സത്യത്തിന് കഴിയുമാറാകട്ടെ. നിർത്തുന്നു. നന്ദി, നമസ്കാരം.